ലെറ്റ് സ്റ്റഡി ടുഗദറിൻ്റെ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 17ാമത്തെ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 451. പട്ടിൻ്റെ നാരിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ്? പട്ടിൻ്റെ സിൽക്കിലെ നാരിലെ പ്രധാന പ്രോട്ടീൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം ഫൈബ്രോയിൻ ആണ്. ഫൈബ്രോയിൻ എന്ന് പറയുന്നത് പട്ടിൻ്റെ നാരിൽ അടങ്ങിയിട്ടുള്ള പ്രധാന സ്ട്രക്ചറൽ പ്രോട്ടീൻ ആണ്. സ്ട്രക്ചറൽ പ്രോട്ടീൻ, അതായത് പട്ടിൽ 2 തരം പ്രോട്ടീൻസ് ആണുള്ളത്. അതിനകത്തെ സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രോയിൻ ആണ്. ഇത് പട്ടിന് സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ലസ്ചർ തുടങ്ങിയ ഗുണങ്ങൾ നൽകുന്ന പ്രോട്ടീനാണ്. പട്ടുനാരിൽ പ്രധാനമായി 2 പ്രോട്ടീനുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഒന്ന് ഫൈബ്രോയിൻ, മറ്റേത് സെറിസിൻ ആണ്. സെറിസിൻ എന്ന് പറയുന്നത് ഗം ലൈക്ക് പ്രോട്ടീൻ ആണ്. അതായത് ഏകദേശം പശ പോലെയുള്ള ഗമ്മി സബ്സ്റ്റൻസ്. സിൽക്ക് കൊക്കോണിൽ ഫൈബ്രോയിൻ നാരുകളെ ചുറ്റിപ്പറ്റി കാണുന്ന ഈ ഗമ്മി സബ്സ്റ്റൻസ് ആണ് സെറിസിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെറിസിനെ സിൽക്ക് ഗം എന്നും നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സെറിസിൻ എന്ന് പറഞ്ഞു അല്ലേ. സെറിസിൻ എന്താണ്? സിൽക്കിൽ കാണുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ ഇത് സ്ട്രക്ചറൽ അല്ല, അതായത് പ്രധാന സ്ട്രക്ചറൽ പ്രോട്ടീൻ അല്ല, ഗമ്മി സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഉത്തരം അത് കറക്റ്റ് ആവുന്നില്ല. അടുത്ത ഓപ്ഷൻ എന്താണ്? അലനിൻ. അലനിൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. സിൽക്ക് ഫൈബ്രോണിൽ അലനിൻ എന്ന് പറയുന്നത് ധാരാളമായി കാണപ്പെടുന്നുണ്ട്, പക്ഷേ ഇത് അമിനോ ആസിഡ് ആണ്, പ്രോട്ടീൻ അല്ല. ഓപ്ഷൻ സി എന്താണ്? ടൈറോസിൻ. ടൈറോസിനും ഒരു അമിനോ ആസിഡ് ആണ്. ഇത് സിൽക്ക് പ്രോട്ടീനിൽ കാണപ്പെടുന്ന അമിനോ ആസിഡ്സിൽ ഒന്ന് തന്നെയാണ്. സോ എന്താണ്? സിൽക്കിൽ കാണുന്ന 2 തരം പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫൈബ്രോയിനും സെറിസിനുമാണ്. ഫൈബ്രോയിൻ എന്ന് പറയുന്നതാണ് പ്രധാന ഫൈബർ പ്രോട്ടീൻ, അതായത് സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. സെറിസിൻ എന്ന് പറയുന്നത് ഗമ്മി സബ്സ്റ്റൻസ് ആണ്. അലനിൻ എന്ന് പറയുന്നത് സിൽക്കിൽ അടങ്ങിയിട്ടുള്ള ഒരു അമിനോ ആസിഡ് ആണ്. അതുപോലെ തന്നെ ടൈറോസിൻ എന്ന് പറയുന്നതും സിൽക്കിൽ അടങ്ങിയിട്ടുള്ള എന്താണ്? ഒരു അമിനോ ആസിഡ് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാർപ്പിയാണിന് മുകളിലൂടെയും കീഴിലൂടെയും പോകുന്ന വെഫ്റ്റിയാൺ ഉണ്ടാകുന്ന നെയ്ത്ത് ഏത്? ചോദ്യം നമ്പർ 452. വാർപ്പിയാണിന് മുകളിലൂടെയും അതുപോലെ തന്നെ കീഴെ താഴത്തൂടെയും പോകുന്ന വെഫ്റ്റിയാൺ ഉണ്ടാകുന്ന നെയ്ത്ത് ഏതാണ്? പ്ലെയിൻ വീവ് ആണ്. ആൻസർ പ്ലെയിൻ വീവ് ആണ്. അതായത് വീവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഇതല്ലേ. അതായത് വാർപ്പും വെഫ്റ്റും എന്താണെന്ന് നമുക്കറിയാം. തുണിയുടെ നീളദിശയിൽ പോകുന്നത് വാർപ്പും കുറുകെ ദിശയിൽ അല്ലെങ്കിൽ വീതി ദിശയിൽ പോകുന്നത് വെഫ്റ്റും ആണ്. പ്ലെയിൻ വീവിൽ എന്താണ്? ഒരു വെഫ്റ്റിയാണിന് മുകളിലൂടെയും ഒരു വെഫ്റ്റിയാണിന് കീഴിലൂടെയും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ്. അതായത് ഓവർ വണ്ണും അണ്ടർ വണ്ണും, ഓവർ വൺ അണ്ടർ വൺ അങ്ങനെ പോകുന്ന പാറ്റേൺ ആയതുകൊണ്ടാണ് ഇത് പ്ലെയിൻ വീവ് എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് ഇന്റർലേസ്മെന്റ്. വീവിങ്ങിലെ ബേസിക് ഇന്റർലേസ്മെന്റ് എന്ന് പറയുന്നതാണ് പ്ലെയിൻ വീവ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? വീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പൊതുവായി നെയ്ത്തിനെ പറയുന്ന പേരാണ് അല്ലേ, പ്ലെയിൻ വീവ്. അടുത്ത് 12 വീവ് എന്ന് പറയുന്നത് യാൺ ഇന്റർലേസ്മെന്റ്. സാധാരണയായി 2/1, 2/1, 2/2, 3/1 പോലെയുള്ള പ്രത്യേക രീതികളിലാണ് ഇതിനകത്ത് പോകുന്നത്. ഡയഗണൽ ലൈൻ അല്ലെങ്കിൽ 12 വേവ് കാണപ്പെടുന്ന രീതിയിലുള്ള വീവാണ് 12 വീവ് എന്ന് പറയുന്നത്. സാറ്റിൻ വീവ് എന്താണ്? ഫ്ലോട്ടിംഗ് യാൺസ് കൂടുതലായിട്ടുള്ള വീവാണ്. അതായത് ഫാബ്രിക്കിന് സ്മൂത്ത് ആൻഡ് ലസ്ചർ സർഫേസ് ലഭിക്കുന്ന രീതിയിൽ ഫ്ലോട്ടിംഗ് യാൺസ് കൂടുതലായിട്ടുള്ള വീവാണ് സാറ്റിൻ വീവ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 453. ഫിലമെന്റ് ഫൈബറുകളുടെ നീളം എത്രയാണ്? ഫിലമെന്റ് ഫൈബറുകളുടെ നീളം എത്രയാണ്? 400 മുതൽ 1300 വരെയാണ് ഫിലമെന്റ് ഫൈബറുകളുടെ നീളം എന്ന് പറയുന്നത്. എന്താണ് ഫിലമെന്റ് ഫൈബർ എന്ന് പറയുന്നത്? വളരെ നീളമുള്ള തുടർച്ചയായ രൂപത്തിൽ ലഭിക്കുന്ന നാരുകളെയാണ് നമ്മൾ ഫിലമെന്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എന്താണ്? സിൽക്ക് എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ ഫിലമെന്റ് ഫൈബർ ആണ് അല്ലേ. അതുപോലെ നാച്ചുറലി നമുക്ക് എന്താണ്? നീളത്തിൽ കിട്ടുന്ന ഒരു ഫൈബറാണ് സിൽക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നൈലോൺ, പോളിസ്റ്റർ, റയോൺ തുടങ്ങിയതൊക്കെ എന്താണ്? മാൻമെയ്ഡ് ഫൈബേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാൻമെയ്ഡ് ഫൈബേഴ്സും ഫിലമെന്റ് രൂപത്തിലും നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുന്ന ഫൈബേഴ്സ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. 400 മുതൽ 1300 വരെയാണ് എന്ത്? ഫിലമെന്റ് യാൺസിന്റെ ഫിലമെന്റ് ഫൈബറുകളുടെ നീളം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 454. ഫാബ്രിക്കിന്റെ മേൽപ്പരപ്പിൽ ചെറിയ ബോൾസ് രൂപപ്പെടുന്നത് എന്താണ്? ഫാബ്രിക്കിന്റെ സർഫേസിൽ ചെറിയ ബോൾസ് രൂപപ്പെടുന്നത് എന്താണ്? പില്ലിംഗ് ആണ് ആൻസർ. പില്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക്കിന്റെ സർഫേസിൽ അല്ലെങ്കിൽ ഉപയോഗത്തിനിടയിൽ നമ്മൾ ഫാബ്രിക് ഉപയോഗിക്കുന്നതിൻ്റെ ഇടയിലോ ചെറിയ ഫൈബർ ബോൾസ് ഇങ്ങനെ ഉരുണ്ട് അല്ലെങ്കിൽ ചെറിയ കുരു പോലെ അല്ലെങ്കിൽ ബോൾസ് പോലെ രൂപപ്പെടുന്നതിനെയാണ് പില്ലിംഗ് എന്ന് പറയുന്നത്. അതായത് ഫാബ്രിക് തുടർച്ചയായിട്ട് എവിടെയെങ്കിലും റബ്ബിങ് അല്ലെങ്കിൽ അബ്രാഷൻ ഉണ്ടാവുന്ന സമയത്ത് സർഫേസിൽ ഉണ്ടാവുന്ന ലൂസ് ഫൈബേഴ്സ് തമ്മിൽ കുരുങ്ങി ചെറിയ ബോൾസ് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്.
ഇതിനെയാണ് നമ്മൾ പിൽസ് അല്ലെങ്കിൽ പില്ലിംഗ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. റബ്ബിങ്, ക്രോക്കിങ്, നാപ്പിങ്. റബ്ബിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഉരസൽ എന്നുള്ള അർത്ഥമാണ്. ഈ റബ്ബിങ് ആണ് പലപ്പോഴും നമുക്ക് പില്ലിംഗ് ഉണ്ടാവാൻ കാരണമാകുന്നത്. ഇനി ക്രോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക്കിന്റെ നിറം, അതായത് ഇങ്ങനെ റബ്ബിങ് അല്ലെങ്കിൽ ഒരസിയിട്ട് ഫാബ്രിക്കിന്റെ നിറം എന്താണ് മറ്റൊരു സർഫേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രോക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡാർക്ക് കളറുള്ള ഒരു തുണി ഇങ്ങനെ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിലോ ഇങ്ങനെ റബ്ബാവുമ്പോൾ ആ തുണിയിലെ കളറ് നമ്മുടെ മേലേക്ക്, നമ്മുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു തുണിയിലേക്കോ പറ്റുന്നതിനെയാണ് ക്രോക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫാബ്രിക് സർഫേസിൽ റേസ്ഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫസ്സി സർഫേസ്, വെൽവെറ്റ് പോലെയുള്ള സർഫേസ്, വെൽവെറ്റിൻ്റെ പോലെയുള്ള സർഫേസ് ഉണ്ടാക്കുന്ന ഫിനിഷിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ നാപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 455. തകർന്നു പോകാതെ വളയുന്ന സ്വഭാവം എന്താണ്? അതായത് ഒരു ഫൈബറിൻ്റെ പൊട്ടിപ്പോവാതെ അല്ലെങ്കിൽ തകർന്നു പോകാതെ വളയാനുള്ള കഴിവ്, തകർന്നു പോകാതെയും പൊട്ടാതെയും വളയ്ക്കാൻ കഴിയുന്ന കഴിവിനെ എന്താണ് പറയുന്നത്? ഉത്തരം എന്താണ്? ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലേ? ഫ്ലെക്സിബിലിറ്റി, ക്യാൻ ബെൻഡ് വിത്തൗട്ട് ബ്രേക്കിംഗ്, അതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ഫാബ്രിക് കയ്യിലെടുത്ത് വളയ്ക്കുമ്പോൾ അത് എളുപ്പത്തിൽ വളയുകയും അതുപോലെ തന്നെ പൊട്ടിപ്പോവാതെയും ഇരിക്കുന്നതിന്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബെൻഡിങ് സ്ട്രെങ്ത്. ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ബെൻഡിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബെൻഡിങ് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുമായി ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഫൈബറിന്റെ പ്രോപ്പർട്ടിയുമായിട്ടുള്ളതല്ല. ഇനി സ്പിന്നിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? സ്പിന്നിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഫൈബറിനെ നല്ല രീതിയിൽ യാണായി സ്പിൻ ചെയ്യാൻ, നൂല് നൂറ്റെടുക്കാൻ കഴിയുന്നതുമായി അല്ലെങ്കിൽ കഴിയുന്നതിനെയാണ് ഒരു ഫൈബറിന് നൂൽക്കാൻ അല്ലെങ്കിൽ സ്പിന്നിങ് ആവാൻ അല്ലെങ്കിൽ യാണായി മാറാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ നമ്മൾ സ്പിന്നിങ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ടെനസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രധാനപ്പെട്ട ഫൈബർ പ്രോപ്പർട്ടിയാണ് ടെനസിറ്റി. ഫൈബറിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്, അതായത് വലിച്ചു നീട്ടുമ്പോൾ പൊട്ടുന്നതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ പൊട്ടാതിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെനസിറ്റി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 456. സൂചികളുടെ സൈസ് റേഞ്ച് എത്രയാണ്? സൂചികളുടെ സൈസ് റേഞ്ച് എത്രയാണ്? ഓപ്ഷൻസ് നോക്കുക. 9 മുതൽ 18 വരെ ഉള്ള ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സൂചികൾ പല വ്യത്യസ്ത സൈസുകൾ നമുക്ക് ലഭ്യമാണ്. ഫാബ്രിക്കിന്റെ തിക്നെസ്സും അതുപോലെ തന്നെ യാണിന്റെ തിക്നെസ്സും അനുസരിച്ചിട്ടാണ് നമ്മൾ ശരിയായ നീഡിൽ സൈസ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 മുതൽ 18 വരെ ഉള്ളതാണ്, അതായത് 9, 10, 11, 12, 18 എന്നിങ്ങനെ സൈസസിലാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 457. ഫാബ്രിക്കിന്റെ മേൽവശത്ത് മെഴുക് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ്? ഫാബ്രിക്കിന്റെ മേൽവശത്ത് മെഴുക് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ്? റെസിസ്റ്റ് ഡൈയിങ്ങിലാണ്. ഫാബ്രിക്കിന്റെ മേൽവശത്ത് മെഴുക് ഉപയോഗിക്കുന്നത് ഏത് രീതിയിലാണ്? റെസിസ്റ്റ് ഡൈയിങ്ങിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഡൈയിങ് പ്രിന്റിംഗ് വിഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് റെസിസ്റ്റ് ഡൈയിങ്, അല്ലെങ്കിൽ റെസിസ്റ്റ് ഡൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക്കിന്റെ ചില ഭാഗങ്ങളിൽ ഡൈ അബ്സോർബ് ആവുന്ന അല്ലെങ്കിൽ ഡൈ കയറുന്നതിനെ തടയുന്ന ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ച ശേഷം ഫാബ്രിക് ഡൈ ചെയ്യുന്നതിനാണ് നമ്മൾ റെസിസ്റ്റ് ഡൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? മെഴുക്, അതായത് വാക്സ് ആണ് ഒരു റെസിസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ടൈ ആൻഡ് ഡൈയിൽ എന്താണ്? ഫാബ്രിക്കിനെ കെട്ടുകയോ മുറുക്കുകയോ ചെയ്തതിന് ശേഷം ഡൈ പെനിട്രേഷൻ അല്ലെങ്കിൽ ഡൈ അബ്സോർബ് ആകുന്നത് അല്ലെങ്കിൽ ഡൈ തുണിയിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിനെ തടയുന്നതാണ്. അതിനകത്ത് സാധാരണ എന്താണ്? ത്രെഡ്, റബ്ബർ ബാൻഡ് മുതലായവയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഷിബോരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജാപ്പനീസ് റെസിസ്റ്റ് ഡൈയിങ് ടെക്നിക്കാണ് ഷിബോരി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫോൾഡിങ്, ട്വിസ്റ്റിങ്, ബൈൻഡിങ്, സ്റ്റിച്ചിങ് തുടങ്ങിയ രീതികളിലൂടെ റെസിസ്റ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഷിബോരിയിൽ വരുന്നത്. ഇനി ഫാബ്രിക് പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക് പെയിന്റിങ്ങിൽ ബ്രഷ് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഫാബ്രിക്കിന്റെ സർഫേസിൽ നമ്മൾ നേരിട്ട് കളർ അല്ലെങ്കിൽ പെയിന്റ് ഉപയോഗിക്കുന്ന രീതിയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 458. ഡൈ ബാത്തിലെ മോളിക്യൂൾസ് ഫൈബറിലേക്ക് നീങ്ങുന്നത് എന്താണ്? ഡൈ ബാത്തിലെ ഡൈ മോളിക്യൂൾസ് ഫൈബറുകളിലേക്ക് നീങ്ങുന്നതിന് എന്താണ് പറയുന്നത്? അബ്സോർപ്ഷൻ. അതായത് ഡൈയിങ് പ്രോസസ്സിൽ ഡൈ ബാത്തിലുള്ള ഡൈ മോളിക്യൂൾസ് ഫൈബറിന്റെ ഉള്ളിലേക്ക് കടന്ന് ഫൈബർ അവയെ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് അല്ലെ, അബ്സോർബ് ചെയ്യുന്ന പ്രക്രിയയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഫൈബറിന്റെ ഉള്ളിലേക്ക് ഡൈ മോളിക്യൂൾ പോകുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ സർഫേസിൽ മറ്റൊരു വസ്തുവിന്റെ മോളിക്യൂൾസ് പിടിച്ചു നിൽക്കുന്നതിനാൽ സർഫേസിൽ പിടിച്ചു നിൽക്കുന്നതിനെയാണ് നമ്മൾ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്.
അടുത്ത ഓപ്ഷൻസ് എന്താണ്? പെനിട്രേഷൻ. പെനിട്രേഷൻ എന്ന് പറയുന്നത് പൊതുവായി ഒരു സബ്സ്റ്റൻസ് മറ്റൊന്നിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനെ, പെനിട്രേറ്റ് ചെയ്യുന്നതിനെ സൂചിപ്പിക്കാം. പക്ഷേ നമ്മൾ എന്താണ്, ടെക്സ്റ്റൈൽ ടെർമിനോളജി പ്രകാരം നമ്മൾക്ക് അബ്സോർപ്ഷൻ ആണ് ഡൈ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡൈ ഒരു ഫാബ്രിക്കിലേക്ക് അല്ലെങ്കിൽ ഫൈബറിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അബ്സോർപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈ ഫൈബറിൽ സ്ഥിരമായി പിടിപ്പിക്കുന്ന ഫിക്സ് ചെയ്യുന്ന ഘട്ടത്തെയാണ് നമ്മൾ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ സർഫേസിലാണ്, അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസൈഡിലേക്ക് പോകുന്നതാണ്, ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 459. പോക്കറ്റിന്റെ കോണുകളിൽ ബൾജ് ഒഴിവാക്കാൻ എന്തു ചെയ്യണം? പോക്കറ്റിന്റെ കോണുകളിൽ ബൾജ് ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ പാറ്റേൺ കട്ടിങ് ചെയ്യുന്ന സമയത്ത് പാറ്റേൺ പീസിന്റെ എഡ്ജിൽ ചെറിയ ചെറിയ കട്ട് മാർക്സ് നൽകുന്നതിനാണ് നമ്മൾ നോച്ചസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമ്മൾ ഈ നോച്ചസ് അതായത് നമ്മളുടെ ഈ കൺസ്ട്രക്ഷൻ സമയത്ത് പല പാറ്റേൺ പീസുകളിൽ ശരിയായ സ്ഥാനത്ത് മാച്ച് ചെയ്യാനും അലൈൻ ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ് നോച്ചസ് എന്ന് പറയുന്നത്. പക്ഷേ പോക്കറ്റിൻ്റെ പ്രത്യേകിച്ച് കേർവ്ഡ് കോർണേഴ്സ് അല്ലെങ്കിൽ റൗണ്ടഡ് ഏരിയാസിൽ നമ്മൾ ഗാർമെൻറ്റിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് ഫാബ്രിക് അവിടെ അധികമായിട്ട് കെട്ടിക്കിടക്കുക അല്ലെങ്കിൽ ബൾജായി ഉണ്ടാകുകയോ ചെയ്യും. അപ്പം അത്തരം ഭാഗങ്ങളിൽ നമ്മൾ നോച്ചസ് നൽകുന്നതിലൂടെ എന്തുണ്ടാവും? സീം അലവൻസിന് ആവശ്യമായ ഈസ് ലഭിക്കുകയോടെ ഫാബ്രിക് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫാബ്രിക്കിൻ്റെ അതായത് പോക്കറ്റിൻ്റെ കോണുകളിൽ ബൾജ് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? നോച്ചസ് നൽകുകയാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ശരിയായി കട്ട് ചെയ്യുക, ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക, സ്റ്റിച്ച് ശക്തമാക്കുക. ഇതൊന്നും അല്ല, നമ്മൾ അകത്ത് ബൾജ് ഒഴിവാക്കി സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നോച്ചസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 460 എന്ന് പറയുന്നത് കോട്ടൺ ബെയിലുകൾ എന്താണ്? കോട്ടൺ ബെയിലുകൾ എന്താണ്? അമർത്തിയ കോട്ടൺ കെട്ടുകളെയാണ് നമ്മൾ കോട്ടൺ ബെയിലുകൾ എന്ന് പറയുന്നത്. പരുത്തി അതായത് റോ കോട്ടൺ കൃഷിയിടത്തിൽ നിന്ന് ശേഖരിച്ച ശേഷം നമ്മൾ പ്രോസസ്സിംഗ് മില്ലിലേക്ക് കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നതിനും മുമ്പ് വലിയ കെട്ടുകളാക്കിയിട്ട് കംപ്രസ് ചെയ്ത് പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ കംപ്രസ്ഡ് ആൻഡ് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള കോട്ടൺ ബണ്ടിൽസ് ആണ് നമ്മൾ കോട്ടൺ ബെയിൽസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? നൂല്, അതുപോലെ ഫാബ്രിക്, അതൊന്നും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. കെട്ടുകൾ എന്ന് പറയുന്നതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 461. കോട്ടൺ ക്ലീനിങ് പ്രോസസ്സ് ഏതാണ്? ജിന്നിങ് ആണ് കോട്ടൺ ക്ലീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. പരുത്തി ചെടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റോ കോട്ടണിൽ കോട്ടൺ എന്താണ് ഫൈബറിനൊപ്പം കോട്ടൺ സീഡ്സും ഉണ്ടായിരിക്കും അല്ലേ? ഈ കോട്ടൺ ഫൈബറിനെ സീഡ്സിൽ നിന്ന് വേർതിരിക്കുന്ന മെക്കാനിക്കൽ പ്രോസസ്സാണ് നമ്മൾ ജിന്നിങ് എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്പിന്നിങ്, നിറ്റിംഗ്, വീവിങ്. സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂല് ഉണ്ടാക്കുന്നത്, യാൺ ഫൈബേഴ്സിനെ ട്വിസ്റ്റ് ചെയ്ത് യാൺ ഉണ്ടാക്കുന്നത്. നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർ ലൂപ്പിംഗ് ഓഫ് യാൺസ് ആണ്, ലൂപ്സ് ഉണ്ടാക്കി നിറ്റഡ് ഫാബ്രിക് നിർമ്മിക്കുന്ന പ്രോസസ്. വീവിങ് എന്താണ്? ഇന്റർ ലേസിംഗ് ഓഫ് യാൺസ് അല്ലേ? വെഫ്റ്റിനെ വാർപ്പ് യാൺസിനെ ഇന്റർ ലേസ് ചെയ്തിട്ട് തുണി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ വീവിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 462. ഷീപ്പിൽ നിന്ന് ഫ്ലീസ് നീക്കം ചെയ്യുന്നത് എന്താണ്? ഷീപ്പിൽ നിന്ന് ഫ്ലീസ് നീക്കം ചെയ്യുന്നത് എന്താണ്? ഷിയറിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വൂൾ ഫൈബർ, ആടിൻ്റെ ശരീരത്തിൽ നിന്ന് വൂൾ ഫൈബറിൻ്റെ മുഴുവൻ കോട്ട് അല്ലെങ്കിൽ വൂൾ കവറിംഗ് ആണ് ഫ്ലീസ് എന്ന് പറയുന്നത്. ഈ ഫ്ലീസ് ആടിൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ന് പറയുന്നത് ഷിയറിംഗ്. ആടിൻ്റെ ശരീരത്തിൽ വളരുന്ന വൂൾ ഫൈബറിൻ്റെ മുഴുവൻ കോട്ട് അല്ലെങ്കിൽ വൂൾ കവറിങ്ങിനെയാണ് നമ്മൾ ഫ്ലീസ് എന്ന് പറയുന്നത്. ഈ ഫ്ലീസ് ആടിൻ്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുത്ത് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? ഷിയറിംഗ് എന്ന്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? റിയറിംഗ് എന്ന് പറയുന്നത് ഷീപ്പിനെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റിയറിംഗ് എന്ന് പറയുന്നത്. ഷീപ്പിനെ വളർത്തൽ. ഓക്കെ, ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ വൂള് മുറിച്ചെടുക്കൽ. പിന്നെ റോളിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലീസ് നീക്കം ചെയ്യുന്ന വൂൾ പ്രോസസ്സിനെ പറയുന്നതല്ല. ബാക്കിയുള്ള ഓപ്ഷൻസ് കറക്റ്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ 463. വൂളിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എന്താണ്? വൂളിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് എന്താണ്? സ്കൗറിങ് അല്ലേ? സ്കൗറിങ് ആണ് പറയുന്നത്. ഷീപ്പിൽ നിന്ന് വൂൾ ഫ്ലീസ് ഷിയറിംഗ് വഴി മുറിച്ചെടുത്ത ശേഷം അതിലുള്ള ഗ്രീസ്, ഡേർട്ട്, സ്വെറ്റ് സാൾട്സ്, അതുപോലെ തന്നെ ഇങ്ങനെ സ്വെറ്റായിട്ടുള്ള സാൾട്ടില്ലേ, അത്, ഡസ്റ്റ്, ഇമ്പ്യൂരിറ്റീസ് തുടങ്ങിയ പല മാലിന്യങ്ങൾ ഉണ്ടാവും അല്ലേ?
ഗ്രീസ്, ഡേർട്ട്, സ്വെറ്റ്, സാൾട്സ്, ഡസ്റ്റ്, ഇമ്പ്യൂരിറ്റീസ് തുടങ്ങിയ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസിനെ നീക്കം ചെയ്ത് വൂള് ക്ലീൻ ചെയ്യുന്നതിനുള്ള പ്രോസസ്സാണ് സ്കൗറിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വൂളിൽ കാണുന്ന നാച്ചുറൽ ഗ്രീസിനെ വൂൾ ഗ്രീസ് അല്ലെങ്കിൽ ലനോലിൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? വൂളിൽ കാണുന്ന നാച്ചുറൽ ഗ്രീസിനെ വൂൾ ഗ്രീസ് അല്ലെങ്കിൽ എന്താണ്? ലനോലിൻ എന്നാണ് വിളിക്കുന്നത്. സ്കൗറിങ് സമയത്ത് ഈ ഗ്രീസ്, ഡേർട്ട്, സ്വെറ്റ്, സാൾട്ട് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മൾ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? റെയറിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഷിയറിങ് പറഞ്ഞു അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 464. ജേഴ്സി ഫാബ്രിക് എഡ്ജിൽ എന്ത് ചെയ്യും? ജേഴ്സി ഫാബ്രിക് എഡ്ജിൽ എന്ത് ചെയ്യും? ജേഴ്സി ഫാബ്രിക്കിന്റെ എഡ്ജ് എന്താണ് ചെയ്യുന്നത്? കേൾ ചെയ്യും. കേൾ, ഇങ്ങനെ ചുരുണ്ട് കേൾ ചെയ്യും. ജേഴ്സി ഒരു നീറ്റഡ് ഫാബ്രിക് ആണ്. പ്രത്യേകിച്ച് സിംഗിൾ ജേഴ്സി ഫാബ്രിക്കിൽ ഫാബ്രിക് കട്ട് ചെയ്താൽ അതിന്റെ റോ എഡ്ജസ് അകത്തേക്കോ പുറത്തേക്കോ ഇങ്ങനെ ചുരുണ്ട് കേൾ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അതാണ് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ 465. സോറി 465. പോളിസ്റ്റർ ഫൈബർ സാധാരണയായി എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ്. റഫ്, ഡൾ, ബ്രൈറ്റ്, സ്റ്റേപ്പിൾ. എന്താണ് ഉത്തരം? ബ്രൈറ്റ് ആണ്. പോളിസ്റ്റർ സിന്തറ്റിക് ഫൈബർ ആണ്. പോളിസ്റ്റർ ഫൈബർ സാധാരണയായിട്ട് സ്മൂത്തും സ്ട്രോങ്ങും റെസിലിയന്റും ആയിട്ടുള്ളൊരു ഫൈബർ ആണ്. കൂടാതെ അത് ബ്രൈറ്റ് അപ്പിയറൻസ് നൽകുന്ന രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? പോളിസ്റ്റർ ഫൈബർ എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫൈബറാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ 466. സ്ക്വയർ ഇഞ്ചിലെ ത്രെഡുകളുടെ എണ്ണം എന്താണ്? ഒരു സ്ക്വയർ ഇഞ്ചിലെ ത്രെഡുകളുടെ എണ്ണം എന്താണ് വിളിക്കുന്നത്? ത്രെഡ് കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. അതായത് ഫാബ്രിക് കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെർമിനോളജിയാണ്. ഒരു ഫാബ്രിക്കിന്റെ ഒരു സ്ക്വയർ ഇഞ്ച് ഭാഗത്തുള്ള വാർപ്പ് ത്രെഡ്സിന്റെയും വെഫ്റ്റ് ത്രെഡ്സിന്റെയും എണ്ണമാണ് സാധാരണയായി നമ്മൾ ത്രെഡ് കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഫാബ്രിക്കിന്റെ ഒരു സ്ക്വയർ ഇഞ്ച് എടുത്ത് അതിൽ എത്ര വാർപ്പ് ത്രെഡ്സ് ഉണ്ട്, എത്ര വെഫ്റ്റ് ത്രെഡ്സ് ഉണ്ട് നമ്മൾ എണ്ണി നോക്കുന്ന രീതി. അതായത് ഇപ്പോൾ ഒരു ഫാബ്രിക്കിൽ 80 വാർപ്പ് ത്രെഡ്സും 60 വെഫ്റ്റ് ത്രെഡ്സും ഉണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഇഞ്ച് എങ്ങനെയാണ്? ഒരു സ്ക്വയർ ഇഞ്ചിൽ എന്താണ്? 80 വാർപ്പ് ത്രെഡ്സും 60 വെഫ്റ്റ് ത്രെഡ്സും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? 80 + 60 140 ആണ് ത്രെഡ് കൗണ്ട് ആയിട്ട് പറയുന്നത്. അതാണ് ത്രെഡ് കൗണ്ട്. ഫാബ്രിക്കിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ കോമ്പാക്ട്നെസ് മനസ്സിലാക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? യാൺ കൗണ്ട്. യാൺ കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? യാണിന്റെ ഫൈൻനെസ് അല്ലെങ്കിൽ തിക്നെസ് അളക്കുന്ന ടെർമിനോളജിയാണ്, അല്ലെങ്കിൽ അളക്കുന്നതുമായി ബന്ധപ്പെട്ട ടെർമിനോളജിയാണ്. ത്രെഡ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കിലെ ത്രെഡ്സ് എണ്ണുന്നതും, യാൺ കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യാണിന്റെ ഫൈൻനെസ് അല്ലെങ്കിൽ തിക്നെസ് അളക്കുന്നതും. അടുത്ത ഓപ്ഷൻ എന്താണ്? സെൽവെഡ്ജ്. ഫാബ്രിക്കിന്റെ നീളദിശയിലെ ഫിനിഷ്ഡ് എഡ്ജിനെയാണ് നമ്മൾ സെൽവെഡ്ജ് എന്ന് പറയുന്നത് അല്ലേ. ഫിലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫൈബറിനെയാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 467. അക്രിലിക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. അക്രിലിക് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് എന്ത് എന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സ്വെറ്റേഴ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അക്രിലിക് ഒരു സിന്തറ്റിക് ഫൈബർ ആണ്. പക്ഷേ ഇതിന് വൂളുമായി അല്ലെങ്കിൽ വൂളിനോട് സാമ്യമുള്ള അപ്പിയറൻസ്, സോഫ്റ്റ്നെസ്, വാംത്ത് എന്നിവയൊക്കെ ഉള്ളൊരു ഫൈബറാണ് അക്രിലിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അക്രിലിക്കിനെ പലപ്പോഴും വൂളിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ വൂൾ ആയിട്ട് നമ്മൾ പറയപ്പെടുന്നു. പ്രത്യേകിച്ച് സ്വെറ്റേഴ്സ്, ജേഴ്സി, നിറ്റഡ് ഗാർമെൻറ്റ്സ്, ബ്ലാങ്കറ്റ്സ് തുടങ്ങിയ വാംത്ത് ഗാർമെൻറ്റ്സ് നിർമ്മിക്കാനായിട്ട് അക്രിലിക് വളരെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 468. കോട്ടണിൽ ബേസിക് ഡൈസ് ഉപയോഗിക്കാൻ ആവശ്യമായ പ്രോസസ്സ് ഏതാണ്? കോട്ടൺ ഫൈബറിൽ അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക്കിൽ ബേസിക് ഡൈസ് ഉപയോഗിക്കാൻ ആവശ്യമായ പ്രോസസ്സ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? മോർഡൻറ്റിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ബേസിക് ഡൈസ് സാധാരണയായിട്ട് അക്രിലിക്, മോഡിഫൈഡ് പോളിസ്റ്റർ പോലെയുള്ള ചില ഫൈബേഴ്സിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാൽ കോട്ടൺ ഫൈബേഴ്സിന് ബേസിക് ഡൈസിനോട് നേരിട്ട് നല്ല അഫിനിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ കോട്ടണിൽ ബേസിക് ഡൈ ഉപയോഗിക്കുമ്പോൾ ഡൈനെ ഫൈബറിൽ പിടിപ്പിക്കാനായിട്ട് നമുക്കൊരു മോഡേൺ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഈ പ്രോസസ്സാണ് മോഡൻറ്റിങ് എന്ന് പറയുന്നത്. മോഡൻറ്റ് എന്നത് ഡൈയും ഫൈബറും തമ്മിൽ കൂടുതൽ ശക്തമായ ബന്ധം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതായത് ഡൈ ഫൈബറിൽ നന്നായി പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു ഫിക്സിങ് അല്ലെങ്കിൽ എന്താണ്? ബ്രിഡ്ജിങ് ഏജന്റ് പോലെയാണ് മോർഡൻറ്റ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആൻസർ എന്താണ്? മോർഡൻറ്റിങ് ആണ്. കോട്ടണിൽ ബേസിക് ഡൈസ് ഉപയോഗിക്കാൻ ആവശ്യമായ പ്രോസസ്സ് എന്ന് പറയുന്നത് മോർഡൻറ്റിങ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? അസറ്റൈലേഷൻ എന്ന് പറയുന്നത് ഫൈബറിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റുന്നതിനുള്ള ഒരു കെമിക്കൽ മോഡിഫിക്കേഷൻ ആണ്. കപ്ലിംഗ് എന്ന് പറയുന്നത് കപ്ലിംഗ് റിയാക്ഷൻ പ്രധാനമായിട്ട് അസോഡൈസ് രൂപപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട
ഒരു ടെർമിനോളജിയാണ്. വെട്ടിംഗ് എന്ന് പറയുന്നത്, വെട്ടിംഗ് പ്രോസസ്സ് എന്താണ്? ഡൈ ലിക്കർ ഫൈബറിൻ്റെ സർഫേസിലേക്ക് നന്നായി എത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നനയ്ക്കുന്ന, വെട്ടിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആൻസർ എന്താണ്? മോഡൻഡിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 469. ഒരു ലീയുടെ നീളം എത്രയാണ്? ഒരു ലീ എന്ന് പറയുന്നതിൻ്റെ നീളം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ്? 120. ഒരു ലീ എന്ന് പറയുന്നത് LEA ആണ് കേട്ടോ. LEA എന്ന് പറയുന്നത് യാണിൻ്റെ ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. ഒരു ലീ, LEA എന്ന് പറയുന്നത് എന്താണ്? യാണിൻ്റെ ലെങ്ത് അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ ലീ എന്ന് പറയുന്നത്. കോട്ടൺ യാൺ കൗണ്ട് സിസ്റ്റത്തിൽ ഒരു ലീ എന്ന് പറയുന്നത് എത്രയാണ്? 120 യാർഡ്സ് ആണ്. കോട്ടൺ യാൺ കൗണ്ട് സിസ്റ്റത്തിൽ ഒരു ലീ എന്ന് പറയുന്നത് 120 യാർഡ്സ് ആണ്. അപ്പോൾ ഒരു ലീ എത്രയാണ്? 120 യാർഡ്സ്. ഒരു ഹാങ് എന്ന് പറയുന്നത് എത്രയാണ്? അങ്ങനെ ഒരു ലീ എന്ന് പറയുന്നത് 120 യാർഡ്സ് ആണെങ്കിൽ ഒരു ഹാങ് എന്ന് പറയുന്നത് 7 ലീസ് ആണ്. ഓക്കെ, ഒരു ഹാങ് എന്ന് പറയുന്നത് 7 ലീസ് ആണ്. അപ്പോൾ ഒരു ഹാങ് എത്ര യാർഡ്സ് ആയിരിക്കും? 7 × 120 അല്ലേ, 840 യാർഡ്സ്. ഒരു ലീ എന്ന് പറയുന്നത് 120 യാർഡ്സ് ആണ്. അപ്പോൾ ഒരു ഹാങ് എന്ന് പറയുന്നത് 7 ലീസ് ആണ്. സോ ഒരു ഹാങ് എന്ന് പറയുന്നത് എത്ര? 7 ലീസ് ആണെങ്കിൽ എത്ര യാർഡ്സ് ആയിരിക്കും? 7 × 120 840 യാർഡ്സ് ആണ് പറയാം. ഇത് യാൺ കൗണ്ട് സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺവേർഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക. ഒരു ലീ എന്ന് പറയുന്നത് 120 യാർഡ്സ്, ഒരു ഹാങ് എന്ന് പറയുന്നത് 7 ലീ, അതായത് 840 യാർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 470. പട്ടിൽ കാണുന്ന ഗമ്മി സബ്സ്റ്റൻസ് എന്താണ്? നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു അല്ലേ, പട്ടിൽ കാണുന്ന ഗമ്മി സബ്സ്റ്റൻസ് എന്താണ്? ഗമ്മി സബ്സ്റ്റൻസ് ഏത് പ്രോട്ടീൻ ആണത്? സെറിസിൻ ആണ്. പട്ടുനൂൽ ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും സിൽക്ക് ഫൈബ്രോണിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഫൈബർ ആണ്. അതിന് ചുറ്റിപ്പറ്റിയുള്ള സെറിസിൻ എന്ന് പറയുന്ന ഗമ്മി സബ്സ്റ്റൻസ് ആണ് ഇത്. ഒരു ഗം ലൈക്ക് പ്രോട്ടീൻ ആണ് സെറിസിൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അതിൽ ഓപ്ഷൻസിലെ പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു വേർഡ് കണ്ടില്ലേ? പെക്റ്റിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്ലാന്റ് ടിഷ്യൂസിൽ കാണുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, അല്ലാതെ എന്താണ് സിൽക്കിലുള്ള ഗമ്മി സബ്സ്റ്റൻസ് അല്ല. പെക്റ്റിൻ എന്ന് പറയുന്നത് പ്ലാന്റ് ടിഷ്യൂസിൽ കാണുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റും കൂടിയുണ്ട്. സെറിസിൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഡീഗമ്മിങ് എന്ന്. സെറിസിൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന വേർഡാണ് ഡീഗമ്മിങ് എന്ന്. അടുത്ത ക്വസ്റ്റ്യൻ 471. പട്ടിൽ ട്വിസ്റ്റ് നൽകുന്ന പ്രോസസ്സ് എന്താണ്? പട്ടിൽ ട്വിസ്റ്റ് നൽകുന്ന പ്രോസസ്സ് എന്താണ്? ആൻസർ? ത്രോയിങ്. അപ്പോൾ ത്രോയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിൽക്ക് ഫിലമെന്റ് വളരെ നേർത്ത, അതും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫൈബർ ആണ് അല്ലേ. നമുക്ക് നാച്ചുറലി ഫിലമെന്റ് ആയിട്ട് കിട്ടുന്ന, കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഒരു ഫൈബർ ആണ് സിൽക്ക് എന്ന് പറയുന്നത്. ഈ സിൽക്ക് ഫിലമെന്റ്സിന് ട്വിസ്റ്റ് നൽകുകയും അതുപോലെ തന്നെ ഒരുമിച്ച് ചേർത്ത് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സിൽക്കിയാണ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്രോയിങ് എന്ന് പറയുന്നത്. സിൽക്ക് ഫിലമെന്റ് ട്വിസ്റ്റിംഗ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ട്വിസ്റ്റിംഗ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് എന്താണ്? ത്രോയിങ് എന്ന്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. റീലിംഗ് എന്ന് പറയുന്നത് സിൽക്ക് കുക്കോണിൽ നിന്ന് കണ്ടിന്യൂസ് സിൽക്കിനെ അഴിച്ചെടുക്കുന്നത്, അതായത് സിൽക്ക് കുക്കോണിൽ നിന്ന് നമ്മൾ ആ നൂലിനെ അഴിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ സിൽക്ക് ഫിലമെന്റിനെ അഴിച്ചെടുത്ത് റീലിൽ വൈൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീലിംഗ് എന്ന് പറയുന്നത്. ത്രോയിങ് എന്ന് നമ്മൾ പറഞ്ഞു. സ്പിന്നിങ് എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കറിയാം സ്റ്റേപ്പിൾ ഫൈബേഴ്സിനെ ട്വിസ്റ്റ് ചെയ്ത് യാണാക്കുന്ന പ്രോസസ്സിനെ. ഡീഗമ്മിങ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? സെറിസിൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡീഗമ്മിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 472. ടെമ്പററി സ്റ്റിച്ചുകൾ എന്താണ്? ബാസ്റ്റിംഗ് അല്ലേ. നമുക്ക് എന്താണ് ടെമ്പററി സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ? ഗാർമെന്റ് നിർമ്മിക്കുന്ന സമയത്ത് ഫൈനൽ സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാറ്റേൺ പീസസ് ശരിയായ സ്ഥാനത്ത് പിടിച്ചു നിർത്താനും അതുപോലെ തന്നെ ഫിറ്റിംഗ് പരിശോധിക്കാനും താൽക്കാലികമായി ചെയ്യുന്ന സ്റ്റിച്ചസ് ആണ് ടെമ്പററി സ്റ്റിച്ചസ് എന്ന് പറയുന്നത്. ഇത്തരം സ്റ്റിച്ചിന് എന്താണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ബാസ്റ്റിംഗ് സ്റ്റിച്ചാണ് അല്ലേ. ബാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി സ്റ്റിച്ചിങ്. സാധാരണയായിട്ട് ബാസ്റ്റിംഗ് സ്റ്റിച്ച് ലോങ് സ്റ്റിച്ചസ് ആയിരിക്കും. ഫൈനൽ സ്റ്റിച്ചിങ് പൂർത്തിയായ ശേഷം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്ന രീതിയിൽ ലോങ് സ്റ്റിച്ചസ് ആയിട്ടായിരിക്കും കൊടുക്കുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ബാക്ക് സ്റ്റിച്ച്, ഓവർലോക്ക്, ഫീഡ് ഓഫ് ആം. ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഹാൻഡ് സ്റ്റിച്ചാണ്. പെർമനന്റ് സ്റ്റിച്ച്
പെർമനൻറ്റ് സ്റ്റിച്ചിനാണ്, അല്ലെങ്കിൽ ഒരു നമ്മളൊരു മെഷീൻ സ്റ്റിച്ചിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പെർമനൻറ്റ് സ്റ്റിച്ചായിട്ട് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. ടെമ്പററി സ്റ്റിച്ചായിട്ടല്ല ബാക്ക് സ്റ്റിച്ചിനെ പറയുന്നത്. ഓവർലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർലോക്ക് മെഷീൻ സ്റ്റിച്ചിങ് ഉപയോഗിക്കുന്നത് ഫാബ്രിക്കിൻ്റെ എഡ്ജസ് സീം ഫിനിഷിങ് ചെയ്യാനും ഫ്രേയിങ് നൂല് ഊരി പോകുന്നത് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതും ഒരു ടെമ്പററി സ്റ്റിച്ചല്ല. ഫീഡ് ഓഫ് ആം എന്ന് പറയുന്നത് എന്താണ്? ഫീഡ് ഓഫ് ആം എന്ന് പറയുന്ന ഒരു സൂയിങ് മെഷീൻ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് മെഷീനാണ്, ടെമ്പററി സ്റ്റിച്ചായിട്ടല്ല പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 473. പാറ്റേൺ പീസിലെ ഹെവി ഔട്ടർ ലൈൻ എന്താണ്? പാറ്റേൺ പീസിലുള്ള ഹെവി ആയിട്ടുള്ള ഔട്ടർ ലൈൻ അല്ലെങ്കിൽ ഔട്ട്ലൈൻ എന്താണ്? കട്ടിംഗ് ലൈനാണ്. ആൻസർ എന്താണ്? കട്ടിംഗ് ലൈൻ. പാറ്റേൺ പീസ് നോക്കുമ്പോൾ പലതരം ലൈൻസും സിമ്പിൾസും മാർക്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ പാറ്റേണിൻ്റെ പുറം വശത്ത് കാണുന്ന തിക്ക് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ലൈൻ സാധാരണയായിട്ട് എന്താണ് പറയുന്നത്? കട്ടിംഗ് ലൈനാണ് പറയപ്പെടുന്നത്. ഈ ലൈൻ ഫോളോ ചെയ്താണ് നമ്മൾ പാറ്റേൺ പേപ്പർ അല്ലെങ്കിൽ ഫാബ്രിക് കട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സർക്കിൾ പാറ്റേണിൽ പല കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഔട്ട്ലൈനോ ബൗണ്ടറി ലൈനോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നോച്ചസ് എന്ന് പറയുന്നത് എന്താണ്? പാറ്റേൺ എഡ്ജിൽ നൽകുന്ന ചെറിയ കട്ട്സ് അല്ലെങ്കിൽ മാർക്സ് ആണ് അല്ലേ? ഒരു നമുക്കൊരു നോച്ച് ഫാബ്രിക്കിൽ അല്ലെങ്കിൽ ഗാർമെന്റിൽ ഫാബ്രിക്കിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നോച്ചസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നൊരു മാർക്കാണ്. ഇത് പാറ്റേൺ പീസസ് മാച്ച് ചെയ്യാനും കൺസ്ട്രക്ഷൻ സമയത്ത് അലൈൻമെന്റ് ചെയ്യാനും സഹായിക്കുന്നൊരു മാർക്കാണ്. ആരോസ് എന്ന് പറയുന്നത് എന്താണ്? പാറ്റേണിലെ ആരോസ് സാധാരണയായിട്ട് ഗ്രെയിൻ ലൈൻ പോലെയുള്ള ഡയറക്ഷൻസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്, കട്ടിംഗ് ലൈൻ ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 474. ആസിഡ് ഡൈസ് ഏത് ഫൈബറിലാണ് ഉപയോഗിക്കുന്നത്? ആസിഡ് ഡൈസ് ഏത് ഫൈബറിലാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്? ആൻസർ ഏതാണ്? വൂൾ ഫൈബറിലാണ് ആസിഡ് ഡൈസ് ഉപയോഗിക്കുന്നത്. ആസിഡ് ഡൈസ് എന്താണ്? പ്രധാനമായിട്ടും പ്രോട്ടീൻ ഫൈബറുകളിലാണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും പ്രോട്ടീൻ ഫൈബറുകളിൽ ഉപയോഗിക്കുന്ന ഡൈ ആണ് ആസിഡ് ഡൈസ് എന്ന് പറയുന്നത്. പ്രോട്ടീൻ ഫൈബർ ഏതൊക്കെയാണ്? വൂളും സിൽക്കും. അതുകൊണ്ട് ആസിഡ് ഡൈസിന്റെ പ്രധാന ആപ്ലിക്കേഷൻ ഏതാണ്? ഫൈബറായിട്ട് വരുന്ന ഓപ്ഷൻസിൽ വൂളാണ് വരുന്നത്. കോട്ടൺ എന്ന് പറയുന്ന ഒരു സെല്ലുലോസിക് ഫൈബറാണ് അല്ലെ? ഓപ്ഷൻസിലുള്ള കോട്ടൺ എന്ന് പറയുന്ന സെല്ലുലോസിക് ഫൈബറാണ്. കോട്ടണ് സാധാരണയായിട്ട് നമ്മൾ റിയാക്റ്റീവ് ഡൈസ്, ഡയറക്റ്റ് ഡൈസ്, വാഡ് ഡൈസ് തുടങ്ങിയ ഡൈസ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ലിനനിലും എന്താണ്? ലിനൻ ഒരു സെല്ലുലോസിക് ഫൈബറാണ്. അതുകൊണ്ട് തന്നെ ആസിഡ് ഡൈസിന്റെ പ്രധാന ഫൈബറായിട്ട് ലിനൻ പറയാൻ പറ്റില്ല. അടുത്തത് റയോൺ ഒരു റീജനറേറ്റഡ് സെല്ലുലോസിക് ഫൈബറാണ്. ആസിഡ് ഡൈസിന്റെ പ്രധാന ആപ്ലിക്കേഷൻ ഫൈബർ ആയിട്ടല്ല പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 475. പ്രിന്റഡ് ക്ലോത്തിലെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എന്താണ്? പ്രിന്റഡ് ക്ലോത്തിലെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എന്താണ്? സ്റ്റീമിങ്. ആദ്യം നമ്മൾ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക്കിൽ പ്രിന്റിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം പ്രിന്റ് ചെയ്ത കളർ അല്ലെങ്കിൽ ഡൈ ഫാബ്രിക്കിൽ ശരിയായി ഡെവലപ്പ് ചെയ്യാനും ഫിക്സ് ചെയ്യാനും ചെയ്യുന്ന ചില ട്രീറ്റ്മെന്റുകൾ നമുക്ക് നടത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഫ്റ്റർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പ്രിന്റഡ് ഫാബ്രിക്കിൽ ഉപയോഗിക്കുന്ന ഡൈസ് പിഗ്മെന്റ്സ് അനുസരിച്ചിട്ട് ആഫ്റ്റർ ട്രീറ്റ്മെന്റ് മാറ്റം വരാം, വ്യത്യസ്തപ്പെടാം. അതുപോലെ തന്നെ അതിൽ എന്താണ് പ്രിന്റഡ് ആഫ്റ്റർ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഏതാണ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്? സ്റ്റീമിങ് അല്ലേ? പ്രിന്റഡ് ഫാബ്രിക്കിനെ സ്റ്റീം ഉപയോഗിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് സ്റ്റീമിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ചില പ്രിന്റിംഗ് മെത്തേഡ്സിൽ സ്റ്റീം നൽകുന്നത് ഡൈ മോളിക്യൂൾസിന് ഫൈബറിൽ കൂടുതൽ പ്രോപ്പർലി ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് പ്രിന്റഡ് ക്ലോത്തിന്റെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ആയിട്ട് ഏതാണ് ഇതിനകത്ത് പറയുന്നത്? സ്റ്റീമിങ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്കൗറിങ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ഓയിൽ, വാക്സ്, ഡേർട്ട്, നാച്ചുറൽ ഇമ്പ്യൂരിറ്റീസ് തുടങ്ങിയവ ഫൈബറിൽ നിന്ന് നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് സ്കൗറിങ് എന്ന്. സൈസിങ് എന്ന് പറയുന്നത് എന്താണ്? യാണിന് സ്ട്രെങ്ത്തും അബ്രാഷൻ റെസിസ്റ്റൻസും നൽകുന്നതിനായിട്ട് വാർപ്പ് യാണിൽ നമ്മൾ സൈസ് മെറ്റീരിയൽ പ്രയോഗിക്കുന്നത്, സൈസ് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത്. അതൊരു പ്രിന്റഡ് ഫാബ്രിക്സിന്റെ ആഫ്റ്റർ ട്രീറ്റ്മെന്റ് അല്ല. ഇനി ഗ്ലേസിംഗ് എന്ന് പറയുന്നത് ഒരു ഫിനിഷിംഗ് പ്രോസസ്സാണ്. ഫാബ്രിക്കിന് സ്മൂത്ത് ഗ്ലോസി സർഫേസ് നൽകാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ 476. സ്ക്രീൻ പ്രിന്റിംഗിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സ്ക്രീൻ പ്രിന്റിംഗിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻസ് നോക്കുക. ബ്രഷ്, സ്ക്വീജി, റോളർ, സ്റ്റെൻസിൽ. ഏതാണ്? സ്ക്വീജിയാണ്. സ്ക്വീജി എന്ന് പറയുന്നത് സ്ക്രീൻ പ്രിന്റിംഗ് ചെയ്യുമ്പോൾ സ്ക്രീൻ മെഷീന്റെ മുകളിലൂടെ ഇങ്ക് അല്ലെങ്കിൽ പ്രിന്റിംഗ് പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് സ്ക്രീനിന്റെ തുറന്ന ഭാഗങ്ങളിലൂടെ ഫാബ്രിക്കിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ക്വീജി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം.
സ്ക്വീജി എന്ന് പറയുന്നത് സാധാരണ ഒരു റബ്ബർ ബ്ലേഡ് ഉള്ള ഒരു ടൂൾ ആണ്. എന്താണ്, സ്ക്രീനിന്റെ മുകളിൽ പ്രിന്റിംഗ് പേസ്റ്റ് വെച്ച ശേഷം സ്ക്വീജി ഉപയോഗിച്ച് പ്രഷർ കൊടുത്ത് മുന്നോട്ട് വലിക്കുമ്പോൾ അതായത് അതിനകത്തുള്ള ഓപ്പൺ ഏരിയാസ് അല്ലെങ്കിൽ ഹോൾസിലൂടെ പ്രിന്റിംഗ് പേസ്റ്റ് തുണിയിലേക്ക് എത്തുകയും ഡിസൈൻ പ്രിന്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്, ബ്രഷ്, റോളർ, സ്റ്റെൻസിൽ. ബ്രഷ് നമുക്കറിയാമല്ലേ സാധാരണ ഫാബ്രിക് പെയിന്റിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. റോളർ എന്ന് പറയുന്നത് ചില റോളർ പ്രിന്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതാണ് പ്രിന്റിങ്ങിന് ഉപയോഗിക്കുന്നത്. സ്റ്റെൻസിൽ എന്ന് പറയുന്നത് എന്താണ്, സ്ക്രീൻ പ്രിന്റിങ്ങിൽ സ്റ്റെൻസിൽ അല്ലെങ്കിൽ ഇമേജ് ഏരിയ സ്ക്രീനിൽ ഡിസൈൻ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 477. വെള്ളത്തിൽ ദ്രവ്യമല്ലാത്ത നിറം നൽകുന്ന വസ്തു എന്താണ്? വെള്ളത്തിൽ ദ്രാവ്യമല്ലാത്ത നിറം നൽകുന്ന വസ്തു ഏതാണ്? എന്താണ്? പിഗ്മെന്റ്. ഡൈയിങ് ആൻഡ് പ്രിന്റിങ്ങിന്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഡൈയും പിഗ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. എന്താണ് പിഗ്മെന്റും ഡൈയും തമ്മിലുള്ള വ്യത്യാസം? ഡൈ എന്ന് പറയുന്നത് സാധാരണ ഒരു സ്യൂട്ടബിൾ മീഡിയമിൽ ദ്രാവ്യമാകുന്ന അല്ലെങ്കിൽ ദ്രാവ്യമാകുന്ന കളറിംഗ് സബ്സ്റ്റൻസ് ആണ്. ഡൈ ഫൈബറിനോട് അഫിനിറ്റി ഉണ്ടാക്കി ഫൈബറിലേക്ക് പ്രവേശിക്കാൻ പെനട്രേറ്റ് ചെയ്ത് കളർ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിഗ്മെന്റ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് വെള്ളത്തിൽ ദ്രാവ്യമാകുന്ന അല്ലെങ്കിൽ അലിയാത്ത കളറിംഗ് മെറ്റീരിയൽ ആണ് ഈ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഡൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഫാബ്രിക്കിൽ അബ്സോർബ് ആവും, പക്ഷേ അലിയും. അതായത് ഒരു സ്യൂട്ടബിൾ മീഡിയം ഉപയോഗിച്ച് അതിനെ നമുക്ക് അലിയിക്കാനായിട്ട് സാധിക്കും. പക്ഷേ പിഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളത്തിലെ ദ്രാവ്യമല്ലാത്ത അല്ലെങ്കിൽ അലിയാത്ത തരമാണ്. അതുകൊണ്ട് പിഗ്മെന്റിന് ഫൈബറിനോട് എന്താണ്, സ്വാഭാവികമായിട്ട് അഫിനിറ്റി ഇല്ല, അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫാബ്രിക്കിൽ പിഗ്മെന്റ് പിടിപ്പിക്കാൻ സാധാരണ നമുക്ക് എന്താണ്, ബൈൻഡർ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പിഗ്മെന്റ് പ്ലസ് ബൈൻഡർ ആണ് നമ്മൾക്ക് ഫാബ്രിക് സർഫേസിൽ കളർ ഫിക്സേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഡൈ എന്ന് പറയുന്നത് സാധാരണ കളറിംഗ് സബ്സ്റ്റൻസ് ആണ്. ഇത് അനുയോജ്യമായ മീഡിയത്തിൽ ഡിസോൾവ് അലിഞ്ഞ് അതായത് ദ്രാവ്യമായി ഫൈബറിൽ കളർ നൽകുന്നു. വാട്ടർ ഇൻസൊല്യൂബിൾ കളറിംഗ് മെറ്റീരിയൽ എന്ന ഡെഫിനിഷനാണ് നമുക്ക് ഇവിടെ എന്താണ്, പിഗ്മെന്റിനെ പറയാൻ പറ്റുക അല്ലെ. ഡൈ എന്ന് പറയുന്നത് സൊല്യൂബിൾ ആയിട്ട് നമുക്ക് പറയാം. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 478. വാർപ്പ് വെഫ്റ്റ് വ്യത്യസ്ത നിറത്തിലുണ്ടെങ്കിൽ എന്ത് സ്റ്റൈലാണ് നമുക്ക് കിട്ടുന്നത്? വാർപ്പും വെഫ്റ്റും വ്യത്യസ്ത നിറത്തിലുണ്ടെങ്കിൽ എന്ത് സ്റ്റൈലാണ് നമുക്ക് കിട്ടുന്നത്? ഉത്തരം ഏതാണ്? ചെക്ക് സ്റ്റൈലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ചെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത നിറത്തിലുള്ള വാർപ്പ് വെഫ്റ്റ് നൂലുകൾ ഒരു നിശ്ചിത ക്രമത്തിൽ ഇന്റർലേസ് ചെയ്യുമ്പോൾ ഫാബ്രിക്കിൽ നമുക്ക് ചതുരങ്ങളോ അല്ലെങ്കിൽ ചെക്സോ രൂപപ്പെടുന്ന എഫക്റ്റാണ് ഈ ചെക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. സ്ട്രൈപ്പ് എഫക്റ്റ് എന്താണ്? സ്ട്രൈപ്പ് എന്ന് പറയുന്നത് വാർപ്പ് അല്ലെങ്കിൽ വെഫ്റ്റ് നൂലുകളിൽ വ്യത്യസ്ത നിറങ്ങളിൽ ഒരേ ദിശയിൽ തുടർച്ചയായിട്ട് നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഫാബ്രിക്കിൽ നീളത്തിലോ അല്ലെങ്കിൽ കുറുകയോ വരകൾ കാണപ്പെടുന്ന എഫക്റ്റാണ് നമുക്ക് സ്ട്രൈപ്സ് എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് എഫക്റ്റ് ആണെങ്കിൽ വാർപ്പിനും വെഫ്റ്റിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ്, വാർപ്പ് യാൺസ് ഒരു കളറും വെഫ്റ്റ് യാൺസ് ഒരു കളറുമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവ തമ്മിൽ ഇന്റർലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഫാബ്രിക്കിന് ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ വാർപ്പ് നൂലിൻ്റെ കളറായിട്ടും മറ്റേ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ വെഫ്റ്റ് നൂലിൻ്റെ കളറായിട്ടും ഒരു ഡബിൾ ഷെയ്ഡ് എഫക്റ്റ് കിട്ടുന്നതിനെ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ആംഗിൾ അനുസരിച്ച് നിറം മാറുന്നത് പോലെ തോന്നുന്ന ഒരു എഫക്റ്റ് കിട്ടുന്നതാണ് ഷോർട്ട് എഫക്റ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 479. പേപ്പർ പാറ്റേൺ ഏതു രാജ്യത്തിന്റെ കണ്ടുപിടുത്തമാണ്? ഏതു രാജ്യത്തിന്റെയാണ്? അമേരിക്കയുടെ കണ്ടുപിടുത്തമാണ്. പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗാർമെന്റ് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഫാബ്രിക് നേരിട്ട് കട്ടിങ് ചെയ്യുന്നതിന് മുന്നേ ഗാർമെന്റ് വിവിധ ഭാഗങ്ങളുടെ ഷേപ്പ് പേപ്പറിൽ തയ്യാറാക്കുന്ന ടെംപ്ലേറ്റിനെയാണ് പേപ്പർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് ആദ്യമായി കണ്ടുപിടിച്ചത് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 480. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യത്തെ സൂയിങ് പാറ്റേൺ ഉണ്ടാക്കിയ വർഷം ഏത്? ഏതാണ്? 1790. ആദ്യത്തെ പേപ്പർ പാറ്റേൺ ഉണ്ടാക്കിയ രാജ്യം അമേരിക്ക. ആദ്യത്തെ സൂയിങ് പാറ്റേൺ ഉണ്ടാക്കിയ വർഷം 1790. അടുത്ത ക്വസ്റ്റ്യൻ 480. ക്വസ്റ്റ്യൻ ആണ്.
481ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോട്ടണിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് എന്താണ്? കോട്ടണിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത്? ജിന്നിങ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടൺ ബോളിൽ നിന്ന് ലഭിക്കുന്ന റോ കോട്ടണിൽ കോട്ടൺ ഫൈബറിന്റെ ഒപ്പം എന്താണ് സീഡ്സോ അല്ലെങ്കിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസോ ലീവ്സോ അല്ലെങ്കിൽ കോട്ടൺ ചെടിയുടെ വല്ല തണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസ് നമ്മൾ റിമൂവ് ചെയ്യുന്ന മെക്കാനിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ജിന്നിങ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? വൈൻഡിങ്, കാലണ്ടറിങ്, ട്വിസ്റ്റിംഗ്. ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത് യാണിന് ട്വിസ്റ്റ് നൽകുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ ഫൈബർ ട്വിസ്റ്റ് ചെയ്ത് യാൺ ആക്കുന്ന പ്രോസസ്സാണ്, ട്വിസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത്. വൈൻഡിങ് എന്ന് പറയുന്നത് യാണിനെ കോൺ അല്ലെങ്കിൽ സ്പൂൾ അല്ലെങ്കിൽ ബോബിങ് തുടങ്ങിയ പാക്കേജുകളിലേക്ക് വൈൻഡ് ചെയ്യുന്ന ചുറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് വൈൻഡിങ് എന്ന് പറയുന്നത്. കാലണ്ടറിങ് എന്ന് പറയുന്ന ഒരു ഫാബ്രിക് ഫിനിഷിംഗ് പ്രോസസ്സാണ് അല്ലേ. ഹീറ്റഡ് റോളേഴ്സ് ഉപയോഗിച്ച് ഫാബ്രിക്കിന് സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ ലെസ്ചർ തുടങ്ങിയ പ്രോപ്പർട്ടീസ് നൽകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കാലണ്ടറിങ് എന്ന് പറയുന്നത്. 482ാമത്തെ ക്വസ്റ്റ്യൻ, സാധാരണയായി ഒരു പ്ലൈ ആയി ഉപയോഗിക്കുന്നത് ഏത്? സാധാരണയായി ഒരു പ്ലൈ ആയി ഉപയോഗിക്കുന്നത് ഏതാണ്? സിൽക്ക്. സിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പ്ലൈ എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ യാൺസ് ചേർത്ത് ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന യാണാണ് പ്ലൈ യാൺ എന്ന് പറയുന്നത്. സിംഗിൾ യാൺസിനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന യാൺസിനെയാണ് പ്ലൈഡ് യാൺ എന്ന് പറയുന്നത്. ഇപ്പം 2 സിംഗിൾ യാൺസ് ചേർത്താൽ നമുക്ക് 2 പ്ലൈ യാൺ കിട്ടും, 3 സിംഗിൾ യാൺസ് ചേർത്താൽ 3 പ്ലൈ യാൺ കിട്ടും. പക്ഷെ നമുക്ക് സിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറലി അല്ലെങ്കിൽ നമുക്ക് നാച്ചുറലി എന്താണ് ഒരു യാൺ അല്ലെങ്കിൽ ഒരു യാൺ അല്ല, ഒരു ഫിലമെന്റ് ആയിട്ടാണ് അല്ലെ, 1 പ്ലൈ ആയിട്ട് തന്നെ നമുക്കൊരു ഫിലമെന്റ് രൂപത്തിൽ തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? 1 പ്ലൈ ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ജ്യൂട്ട്, ലിനൻ, വൂള്. ലിനൻ എന്ന് പറയുന്നത് വൂളും ജ്യൂട്ടൊക്കെ എന്താണ് നമ്മൾക്ക് ഷോർട്ട് ഫൈബേഴ്സ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 1 പ്ലൈ യാൺ ആകാത്തത് ഏത്? 1 പ്ലൈ യാൺ ആകാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ലിനൻ ആണ്. ലിനൻ ആണ് 1 പ്ലൈ യാൺ ആകാത്തതായിട്ട് പറയുന്നത്. ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളതിൽ ലിനൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു പ്ലൈ യാൺ ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറയുന്നത് ലിനൻ ആയിട്ടാണ് ആൻസർ വരുന്നത്. എന്താണ്? ലിനൻ ഫൈബർ ഫ്ലാക്സ് ചെടിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അറിയാം അല്ലെ. ലിനൻ ഫൈബറിന് സ്റ്റിഫ്നെസ് കൂടുതൽ, അതുപോലെ തന്നെ ഫൈബർ കൊഹഷൻ കുറവായതുകൊണ്ട് തന്നെ സിംഗിൾ പ്ലൈ യാൺ ആയി സ്പിന്നിങ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നതിനായിട്ട് ലിനൻ സാധാരണയായിട്ട് നമ്മൾ എന്താണ് പ്ലൈഡ് യാൺ ആയിട്ടാണ്, അതായത് യാൺസ് പ്ലൈഡ് യാണായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സിൽക്കൊക്കെ എന്താണ് കണ്ടിന്യൂസ് ഫിലമെന്റ് ആണ്. വൂളിന് ക്രിംപ്നെസ്, അതിന് നാച്ചുറലി ഒരു വേവിനെസ് അതുപോലെ സ്കെയിൽസ് ഒക്കെ ഉള്ള യാണാണ് വൂൾ എന്ന് പറയുന്നത്, ഫൈബറാണ്. ജൂട്ടിന് എന്താണ് സ്ട്രോങ് വെജിറ്റബിൾ ഫൈബറാണ്. അപ്പോൾ ഇവയൊക്കെ നമുക്ക് എന്താണ് 1 പ്ലൈ യാൺ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയും. പക്ഷേ ലിനൻ അതിൻ്റെ എന്താണ് സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ കൊഹഷൻ കുറവായതുകൊണ്ട് നമുക്ക് സിംഗിൾ പ്ലൈ യാൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ 484, മികച്ച വൂൾ ലഭിക്കുന്നത് ഏത്? മികച്ച വൂൾ ലഭിക്കുന്നത് ഏതിൽ നിന്ന് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതിൽ നിന്നാണ്? മെറിനോ വൂളാണ് മികച്ച വൂളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഏതാണ്? മെറിനോ വൂളാണ്. മെറീനോ എന്ന് പറയുന്നത് മികച്ച ക്വാളിറ്റിയുള്ള വളരെ ഫൈനായ സോഫ്റ്റ് വൂൾ ലഭിക്കുന്ന ഒരു ഷീപ്പ് ബ്രീഡാണ് അല്ലേ. മെറീനോ ഷീപ്പിൽ നിന്ന് നമുക്ക് എന്താണ് ഫൈൻ ഫൈബർ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, സോഫ്റ്റ് ഹാൻഡിൽ ആയിട്ടുള്ളത്, നല്ല ക്രിമ്പുള്ള, നല്ല വേവിനെസ് ഉള്ള, നല്ല വാംത്ത് ഉള്ള എന്താണ് വൂളാണ് നമുക്ക് ലഭിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഡിലൈൻ എന്ന് പറയുന്നത് വൂളിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്, പക്ഷേ ബെസ്റ്റ് ക്വാളിറ്റി ഫൈൻ വൂളായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റില്ല. ലിൻകോൺ എന്ന് പറയുന്നത് ഷീപ്പിൽ നിന്ന് ലഭിക്കുന്ന വൂൾ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിലും മെറീനോ വൂളിനെക്കാട്ടിലും ക്വാളിറ്റി ഉള്ളതല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 485, കോട്ടൺ ബ്ലീച്ചിങ് എന്തിനാണ് ചെയ്യുന്നത്? കോട്ടൺ ബ്ലീച്ചിങ് എന്തിനാണ് ചെയ്യുന്നത്? നാച്ചുറൽ കളർ നീക്കം ചെയ്യാനാണ് നമ്മൾ കോട്ടൺ ബ്ലീച്ച് ചെയ്യുന്നത്. റോ കോട്ടണിൽ സ്വാഭാവികമായിട്ടൊരു യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ക്രീമി കളർ ഉണ്ടാവും അല്ലേ. അതോടൊപ്പം ചെറിയ നാച്ചുറൽ കളറിങ് മെറ്റേഴ്സോ അല്ലെങ്കിൽ വാക്സസോ ഇമ്പ്യൂരിറ്റീസോ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് കോട്ടനെ വെളുപ്പിക്കാനായിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലീച്ചിങ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഓയിൽ റിമൂവൽ, സെല്ലുലോസ്, ലിഗ്നിൻ. ക്വസ്റ്റ്യൻ നമ്പർ 486, ചെറിയ നാരുകൾ എന്താണ് വിളിക്കുന്നത്? ചെറിയ നാരുകളെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ലൈൻ, ടൗ, ഫിലമെന്റ്, ലിന്റ്. 4 ഓപ്ഷൻസിലെ ടൗ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ലൈൻ എന്ന് പറയുന്നത് നീളമുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതുമായ നാരുകളെ ആണ് നമ്മൾ ലൈൻ എന്ന് പറയുന്നത്. ലിനന്റെ
നീളമുള്ളതും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള നാരുകളെയാണ് നമ്മൾ ലൈൻ എന്ന് വിളിക്കുന്നത്. ടൗ എന്ന് പറയുന്നത് ചെറുതോ പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ ആയ നാരുകൾ, കുറഞ്ഞ നിലവാരമുള്ള നൂൽ നിർമ്മിക്കാനും എന്ന സ്റ്റഫിങ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ കുറച്ച് നീളം കുറഞ്ഞ ലിനൻ നാരുകളെയാണ് നമ്മൾ ടൗ എന്ന് പറയുന്നത്. ഷോർട്ട് ഫൈബേഴ്സ് ആയിട്ട്, ഷോർട്ട് ലിനൻ ഫൈബേഴ്സിനെ. ഫിലമെന്റ് എന്ന് പറയുന്നത് നീളമുള്ളതും കണ്ടിന്യൂസ് ആയിട്ടുള്ള സിംഗിൾ നാരുകളെയാണ് നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള സിൽക്ക് പോലെയുള്ള നീളമുള്ള ഫൈബേഴ്സിനെയാണ് ഫിലമെന്റ് എന്ന് പറയുന്നത്. ലിൻഡ് എന്ന് പറയുന്നത് ജിന്നിങ് കഴിഞ്ഞ് കോട്ടൺ വിത്തുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന റോ കോട്ടൺ ഫൈബേഴ്സിനെയാണ് നമ്മൾ ലിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നീളം കുറഞ്ഞതും ചെറുതോ പൊട്ടിപ്പോയതോ ആയിട്ടുള്ള ലിനൻ ഷോർട്ട് ഫൈബേഴ്സിനെയാണ് നമ്മൾ ടൗ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 487, കോട്ടണിന്റെ മറ്റൊരു പേരെന്താണ്? കോട്ടൺ ഫൈബറിന്റെ മറ്റൊരു പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? കോട്ടൺ ഫൈബറിന്റെ മറ്റൊരു അല്ലെങ്കിൽ പൊതുവായി പറയുന്ന മറ്റൊരു പേരെന്താണ്? വൈറ്റ് ഗോൾഡ്. കോട്ടൺ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാച്ചുറൽ ഫൈബേഴ്സിലൊന്നാണ്. കോട്ടന്റെ വെളുത്ത നിറവും അതിന്റെ സാമ്പത്തിക പ്രാധാന്യവും കാരണമാണ് കോട്ടണിനെ നമ്മൾ വൈറ്റ് ഗോൾഡ് എന്ന പേരിട്ട് വിളിക്കുന്നത്. ഇവിടെ കോട്ടന്റെ കളർ ആയിട്ടുള്ള വൈറ്റിനെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, കോട്ടണിനുള്ള വലിയ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് വാല്യൂ, വേൾഡിലുള്ള കോട്ടന്റെ കൊമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് വാല്യൂയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വൈറ്റ് ഗോൾഡ് എന്ന പേര് വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കണ്ട. ബ്ലാക്ക് ഗോൾഡ്, ബാക്കിയുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ ജസ്റ്റ് പറയാം. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്നത് സാധാരണ പെട്രോളിയം ക്രൂഡ് ഓയിൽ നെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ഗോൾഡ് എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെ സൂചിപ്പിക്കുന്നൊരു പദമാണ്. യെല്ലോ ഗോൾഡ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇതില്ല, നോർമൽ യെല്ലോ ഗോൾഡ്. അതുപോലെ നമ്മൾ കോട്ടനെ നമ്മൾ പറയുന്ന വേറൊരു പേരെന്താണ്? കിങ് ഓഫ് ഫൈബേഴ്സ് അല്ലേ? ഫൈബേഴ്സിന്റെ കിങ് ഓഫ് ഫൈബേഴ്സ് എന്ന് പറയുന്നതും കോട്ടൺ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 488, ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ സിറ്റി ഏത്? ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് സ്ഥലത്തിനെയാണ്? സൂററ്റിനെയാണ് നമ്മുടെ ടെക്സ്റ്റൈൽ സിറ്റി എന്ന് പറയുന്നത്. സൂററ്റ് ഗുജറാത്തിലെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റൈൽ സെന്റർ ആണ്. പ്രത്യേകിച്ച് സിന്തറ്റിക് ടെക്സ്റ്റൈൽസും മാൻമെയ്ഡ് ഫാബ്രിക്സും വീവിംഗ്, ഡൈയിങ്, പ്രിന്റിംഗ് തുടങ്ങിയ മേഖലകളിൽ സൂററ്റ് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പ്ലേസ് ആണ്. ടെക്സ്റ്റൈൽ സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? സൂററ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 489, വിസ്കോസ് എന്ത് തരത്തിലുള്ള ഫൈബറാണ്? വിസ്കോസ് എന്ന് പറയുന്നത് വിസ്കോസ് റയോൺ അല്ലെ? വിസ്കോസ് എന്ന് പറയുന്നത് എന്താണ്? സെമി സിന്തറ്റിക് ഫൈബറാണ്. മാൻമെയ്ഡ് ഫൈബേഴ്സ് അല്ലെങ്കിൽ റീജനറേറ്റഡ് ഫൈബേഴ്സ് എന്ന വിഭാഗത്തിൽ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ട ടേം ആണ് അല്ലെങ്കിൽ ഒരു പേരാണ് നമ്മൾ വിസ്കോസ് എന്ന് പറയുന്നത്. വിസ്കോസ് എന്താണ്? സെമി സിന്തറ്റിക് ഫൈബറാണ്. എന്തുകൊണ്ടാണ് വിസ്കോസ് റയോൺ നിർമ്മിക്കുന്നത്? സെല്ലുലോസിൽ നിന്നാണ് അല്ലേ? സെല്ലുലോസ് സാധാരണയായിട്ട് വുഡ് പൾപ്പ് പോലെയുള്ള നാച്ചുറൽ സോഴ്സിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ നാച്ചുറൽ സോഴ്സിനെ കെമിക്കൽ പ്രോസസ്സ് വഴി ഡിസോൾവ് ചെയ്ത് വീണ്ടും ഫൈബർ രൂപത്തിൽ റീജനറേറ്റ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് വിസ്കോസിനെ നമ്മൾ റീജനറേറ്റഡ് സെല്ലുലോസിക് ഫൈബർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? നാച്ചുറൽ ഫൈബേഴ്സ് നമുക്കറിയാം, പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സ് എന്താണ്? നമ്മൾ കെമിക്കൽ പോളിമേഴ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ കെമിക്കലി നമ്മളെന്താണ് മാൻമെയ്ഡ് ആയിട്ട് പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന സോഴ്സസ് അല്ലാതെ കെമിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ടിപ്പിക്കൽ ആയിട്ടുള്ള സിന്തറ്റിക് ഫൈബേഴ്സ്, നൈലോൺ, പോളിസ്റ്റർ, അക്രിലിക് തുടങ്ങിയവയാണ് നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സെമി സിന്തറ്റിക് അല്ല, ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കങ്ങനെ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എന്ന് പൊതുവായിട്ട് പറയാൻ പറ്റുന്നൊരു വേർഡാണ്. ഇനി ഡാക്രോൺ, 490ാമത്തെ ക്വസ്റ്റ്യൻ. ഡാക്രോൺ എന്നത് എന്താണ്? ഡാക്രോൺ എന്ന് പറയുന്നത് എന്താണ്? പോളിസ്റ്റർ ഫൈബർ ആണ് അല്ലെ? ഡാക്രോൺ എന്ന് പറയുന്നത് പോളിസ്റ്ററിന്റെ ഒരു ട്രേഡ് നെയിമാണ് ഡാക്രോൺ എന്ന് പറയുന്നത്. പോളിസ്റ്ററിന്റെ ട്രേഡ് നെയിമാണ് ഡാക്രോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഫൈബേഴ്സിന്റെ നമുക്ക് നോക്കാം. ഡാക്രോൺ എന്ന് പറയുന്നത് പോളിസ്റ്റർ ആണെന്ന് പറഞ്ഞു. ഓർലോൺ എന്ന് പറയുന്നത് അക്രിലിക് ആണ്. നൈലോൺ എന്ന് പറയുന്നത് എന്താണ്? പോളി അമൈഡ് ആണ്. റയോൺ എന്ന് പറയുന്നത് റീജനറേറ്റഡ് സെല്ലുലോസ് ആണ്. ഈ വേർഡ്സ് ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 491, ഫ്ലാക്സ് ഫൈബർ വേർതിരിക്കുന്ന പ്രോസസ്സ് എന്താണ്? ഫ്ലാക്സ് ഫൈബർ വേർതിരിക്കുന്ന പ്രോസസ്സിന് എന്താണ് പറയുന്നത്? റെട്ടിംഗ് എന്നാണ് പറയുന്നത്. ഫ്ലാക്സ് ഒരു നാച്ചുറൽ ബാസ്റ്റ് ഫൈബർ ആണ്. ഫ്ലാക്സ് പ്ലാന്റിന്റെ സ്റ്റെം അല്ലെങ്കിൽ സ്റ്റാക്കിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത്. പക്ഷേ ഫൈബറിനെ നേരിട്ട് സ്റ്റെമ്മിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. നമ്മൾ ഫൈബറിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന അതിൻ്റെ പുറത്തുള്ള പെക്റ്റിൻ, ഗംസ്, വുഡി മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫൈബർ തനിയെ വേറിട്ട് കിട്ടുള്ളൂ. ഈ അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫൈബർ
ബണ്ടിൽസിനെ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെട്ടിങ് എന്ന് പറയുന്നത്. റെട്ടിങ് എങ്ങനെയാണ്? റെട്ടിങ് സമയത്ത് ഫ്ലാക്സ് സ്റ്റെമ്മിനെ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചർ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള മൈക്രോ ഓർഗാനിസംസ് എൻസൈംസ് വഴി ഫൈബർ ബണ്ടിൽസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഗമ്മി സബ്സ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ആയിപ്പോയി നമ്മൾക്ക് ആ നാര് മാത്രമായിട്ട് എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ റെട്ടിങ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് പരിചയമുള്ളതാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 492. കൂടുതൽ വെള്ളം ആഗിരണം ചെയ്യുന്ന ഫൈബർ ഏത്? ഓപ്ഷൻസിലുള്ള ഫൈബേഴ്സിലെ ഏറ്റവും കൂടുതൽ വെള്ളം, ജലാംശം, മോയ്സ്ചർ അബ്സോർബൻസി ഉള്ളത് ഏത് ഫൈബറിനാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? വൂളാണ് അല്ലേ? വൂൾ. ഒരു ഫൈബർ എത്രത്തോളം വാട്ടർ വേപ്പർ അല്ലെങ്കിൽ മോയ്സ്ചർ അബ്സോർബ് ചെയ്യാൻ കഴിയും എന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ മോയ്സ്ചർ അബ്സോർബൻസി എന്ന് പറയുന്നത്. വൂൾ ഒരു നാച്ചുറൽ ഫൈബർ ആണ്. വൂളിന്റെ സ്ട്രക്ചറിൽ മോയ്സ്ചർ പിടിച്ചു നിർത്താൻ കഴിയുന്ന പോളാർ ഗ്രൂപ്പ്സ് ഉള്ളത് കൊണ്ട് തന്നെ മോയ്സ്ചർ അബ്സോർബൻസി കൂടുതലായിട്ട് കാണിക്കുന്നു. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 493. വൂളൻ ഫാബ്രിക് എന്തുകൊണ്ട് റഫാണ്? വൂളൻ ഫാബ്രിക് എന്തുകൊണ്ട് റഫാണ് എന്ന ക്വസ്റ്റ്യൻ. എന്താണ്? ഫോൾഡുകൾ കാരണം. അതായത് വൂൾ ഫൈബറിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് അതിന്റെ സർഫേസിൽ കാണുന്ന സ്കെയിൽസ്. അതിന്റെ സർഫേസിലുള്ള സ്കെയിൽസ്. വൂൾ ഫാബ്രിക് സ്മൂത്ത് ആയ ഫൈബർ അല്ല. ഈ സ്കെയിൽസും ഫൈബറിന്റെ ക്രിമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേവിനെസ് അല്ലേ? ഈ ക്രിമ്പും ഉള്ളത് കൊണ്ട് വൂൾ ഫൈബർ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അതായത് അതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്താണ് ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലേ? അപ്പം എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഒരു റഫ് ആൻഡ് ബൾക്കി ആയിട്ടുള്ളൊരു ഹാൻഡിലാണ് അതിനകത്തുള്ള അല്ലെങ്കിൽ ഫോൾഡുകൾ എന്ന് പറയുന്നത് ഈ ക്രിമ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. സ്കെയിൽസും അതിനകത്തുള്ള ക്രിമ്പും, അതിനെയാണ് നമ്മൾ ഫോൾഡുകൾ ഉള്ളത് കാരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 494. ഹാൻഡ് സ്പിൻഡിൽ എന്നതിന് മറ്റൊരു പേര് എന്താണ്? ഹാൻഡ് സ്പിൻഡിൽ എന്നതിന് മറ്റൊരു പേര് എന്താണ്? ടക്ലിയാണ് ഹാൻഡ് സ്പിൻഡിൽ എന്ന് പറയുന്നതിന് മറ്റൊരു പേര്. സ്പിന്നിങ് ടൂളാണിത് അല്ലേ? നാരുകളെ കൈകൊണ്ട് ട്വിസ്റ്റ് ചെയ്ത് യാണാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു സ്പിന്നിങ് ടൂളാണ് ഈ ഹാൻഡ് സ്പിൻഡിൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ട് പണ്ടുകാലത്ത് മുതൽ ഉപയോഗിച്ചിരുന്ന ഹാൻഡ് സ്പിൻഡിലിന്റെ ഒരു പ്രധാന രൂപമാണ് ടക്ലി സ്പിൻഡിൽ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ചർക്ക എന്ന് പറയുന്ന ഒരു സ്പിന്നിങ് വീലാണ്. ഇത് ഉപയോഗിച്ച് ഫൈബറിനെ യാണാക്കി മാറ്റാം. പക്ഷേ ഹാൻഡ് സ്പിൻഡിലിന്റെ മറ്റൊരു പേരെന്താണ്? ടക്ലി അല്ലെങ്കിൽ ചർക്ക എന്ന് പറയുന്നത് ഒരു വീലാണ്. ലൂം എന്ന് പറയുന്നത് യാൺ ഉപയോഗിച്ച് വോവൻ ഫാബ്രിക് നിർമ്മിക്കുന്ന മെഷീനാണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 495. കോട്ടൺ ഫൈബർ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? കോട്ടൺ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ജിന്നിങ് എന്ന് പറയുന്നത് കോട്ടൺ ഫൈബർ നിർമ്മിക്കുന്ന പ്രോസസ്സ് അല്ല. അതായത് കോട്ടൺ ബോളിൽ നിന്ന് ലഭിക്കുന്ന റോ കോട്ടണിൽ ഉണ്ടായിരിക്കുന്ന സീഡ്സിൽ നിന്ന് കോട്ടൺ ലിൻ ഫൈബർ വേർതിരിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഓപ്ഷൻസിലെ കോട്ടൺ ഫൈബർ നിർമ്മിക്കുക എന്ന് പറയുന്നത് കോട്ടൺ നമ്മൾ വേർതിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കോട്ടൺ ഫൈബർ നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ കോട്ടൺ ബോളിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്നുദ്ദേശിച്ചാണ് ഈ ചോദിക്കുന്നത്. അതാണ് കോട്ടൺ ഫൈബർ നിർമ്മിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ ഏതാണ്? ജിന്നിങ് ആണ് നമുക്ക് അതിന് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കോട്ടൺ ബോളിൽ നിന്ന് റോ കോട്ടൺ ജിന്നിങ് പ്രോസസ്സിലൂടെ വേർതിരിച്ച് ഫൈബർ വേറെ സീഡ് വേറെ ആക്കുന്ന പ്രോസസ്സാണ് ജിന്നിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 496. സിൽക്കിന്റെ ഒരു തരമല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുക. മൂഗ, ടസർ, മൾബറി, മോത്ത് സിൽക്ക്. ഏതാണ്? ഇത് ഓൾറെഡി നമുക്ക് ഒരു പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഇതേ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? മോത്ത് സിൽക്ക് ആണ്. സിൽക്കിന്റെ ഒരു തരം അല്ലെങ്കിൽ സിൽക്കിന്റെ കാറ്റഗറിയിൽ പെടാത്തത് മോത്ത് സിൽക്ക് ആണ്. മൾബറി എന്ന് പറയുന്നത് നമുക്കൊരു അറിയാം പ്രശസ്തമായ സിൽക്കാണ്. സാധാരണ ബോംബിക്സ് മോറി എന്ന സിൽക്ക് വേമിൽ നിന്നാണ് നമുക്ക് മൾബറി സിൽക്ക് ലഭിക്കുന്നത്. ബോംബിക്സ് മോറി എന്ന സിൽക്ക് വേമിൽ നിന്നാണ് നമുക്ക് മൾബറി സിൽക്ക് ലഭിക്കുന്നത്. ടസർ സിൽക്ക് എന്താണ്? വൈൽഡ് സിൽക്കാണ് അല്ലെ? ഇത് പ്രധാനമായിട്ടും ആന്തരിയ സ്പീഷീസിൽ നിന്നുള്ള, അതായത് ആന്തരിയ സ്പീഷീസിൽ പെട്ട സിൽക്ക് വേമുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ടസർ സിൽക്കിന് സാധാരണയായിട്ട് നാച്ചുറൽ ഗോൾഡൻ ബ്രൗണിഷ് അപ്പിയറൻസ് ഉള്ളൊരു വൈൽഡ് സിൽക്ക് ആയിട്ടാണ് പറയുന്നത്. മൂഗ സിൽക്ക് പ്രധാനമായിട്ട് ആസാമിൽ നിന്നും കിട്ടുന്നതാണ്. ഇത് സ്വാഭാവികമായിട്ടൊരു ഗോൾഡൻ യെല്ലോ കളറുള്ളൊരു
സിൽക്കാണ് ആസാമിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ മോത്ത് സിൽക്ക് എന്ന് പറയുന്നത്, മോത്ത് എന്താണ്, ഒരു ഇതാണല്ലേ, ചെറിയൊരു എന്താണ്, ഒരു ചെറിയ ചിറകൊക്കെയുള്ള ഒരു ബട്ടർഫ്ലൈ പോലെ ചെറിയൊരു പ്രാണിയാണ്. അതിൽ നിന്നും നമുക്ക് സിൽക്ക് ലഭിക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 497, ഷീപ്പിനെ വളർത്തുന്നത് എന്താണ്? ഷീപ്പിനെ വളർത്തുന്നത് എന്താ പറയുന്നത്? റിയറിങ്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നു റിയറിങ്. എന്താണ്? വൂൾ റിയറിങ് എന്ന് പറയുന്നത് ഷീപ്പിനെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതാണ് റിയറിങ് എന്ന് പറയുന്നത്. അതായത് ഷീപ്പിന് ആവശ്യമായ ഭക്ഷണം, താമസം, പരിപാലനം, ആരോഗ്യ സംരക്ഷണം എല്ലാത്തിനെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പ്രക്രിയയെ പറയുന്നതാണ് എന്ത്? റിയറിങ് എന്ന് പറയുന്നത്. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീപ്പ് റിയറിംഗ്. ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷീപ്പിന്റെ ശരീരത്തിൽ നിന്ന് വൂള് ഫ്ലീസ് മുറിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ്, വൂൾ ഫ്ലീസ് മുറിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഷിയറിംഗ് എന്ന് പറയുന്നത്. ഇനി സ്കവറിംഗ് എന്നാണ്? ഷീപ്പിന്റെ ഫ്ലീസിനെ മുറിച്ചെടുത്ത ശേഷം അതിലെ ഡേർട്ട്, ഗ്രീസ്, സ്വെറ്റ്, സോൾട്ട്, ഇംപ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. സ്പിന്നിങ് എന്ന് പറയുന്നത് എന്താണ്? ഫൈബറിനെ ട്വിസ്റ്റ് ചെയ്ത് യാണാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പിന്നിങ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 498, ഫാബ്രിക് ഷ്രിങ്കേജ് റെസിസ്റ്റൻസ് എന്താണ്? ഫാബ്രിക് ഷ്രിങ്കേജ് റെസിസ്റ്റൻസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഇവിടെ? അതായത് ഫാബ്രിക് ഷ്രിങ്കേജ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് അല്ലെങ്കിൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഫാബ്രിക് ചുരുങ്ങുന്നതിനെ എതിർക്കാനുള്ള കഴിവ് എന്നാണ് ഫാബ്രിക് ഷ്രിങ്കേജ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അത് ഫാബ്രിക് വാഷിംഗ്, വെറ്റ് പ്രോസസ്സിങ്, ഹീറ്റ് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫാബ്രിക്കിന്റെ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് കുറയുന്നതിനെയാണ് നമ്മൾ ഷ്രിങ്കേജ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഷ്രിങ്കേജ് റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാബ്രിക് ഷ്രിങ്കേജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 499, കോട്ടൺ ബണ്ടിലുകൾ എന്താണ് വിളിക്കുന്നത്? എന്താണ്? ബെയിൽസ്. റോ കോട്ടൺ ശേഖരിച്ച ശേഷം അത് കംപ്രസ് ചെയ്ത് വലിയ ടൈറ്റ്ലി പാക്ഡ് ബണ്ടിൽസ് ആയി തയ്യാറാക്കുന്നു. ഈ കംപ്രസ്ഡ് ബണ്ടിൽസിനെയാണ് നമ്മൾ ബെയിൽസ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 500ാമത്തെ ക്വസ്റ്റ്യൻ, യാൺ നിർമ്മിക്കുന്ന പ്രോസസ്സ് എന്താണ്? നമുക്കറിയാം, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യാൺ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? സ്പിന്നിങ് എന്ന് പറയുന്നു, അല്ലേ? നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള സ്റ്റേപ്പിൾ ഫൈബേഴ്സിനെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ട് അതിനെ ട്വിസ്റ്റ് നൽകി യാണാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സ്പിന്നിങ് എന്ന് പറയുന്നത്. നിറ്റിങ്ങും വീവിങ്ങും ഡൈയിങ്ങും. നിറ്റിങ് എന്താണ്? ഇന്റർലൂപ്പിംഗ് ഓഫ് യാൺസ്, ഫാബ്രിക് ഉണ്ടാക്കുന്നത്. ഇന്റർലൂപ്പിംഗ് ഓഫ് യാൺസ് ചെയ്ത് ഫാബ്രിക് ഉണ്ടാക്കുന്നത്. വീവിങ് എന്ന് പറഞ്ഞാൽ ഇന്റർലേസ്മെന്റ് ഓഫ് യാൺസ്. ഡൈയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാബ്രിക്കിന് കളർ നൽകുന്ന പ്രോസസ്സിനെയാണ് പറയുന്നത്. സോ നമ്മുടെ 1000 ക്വസ്റ്റ്യൻസ് PDF എക്സ്പ്ലനേഷൻ വീഡിയോസിലെ 500 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് ബാക്കി എത്രയും സ്പീഡിൽ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ PDF ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.